കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യം പറയുമെങ്കിലും ഒരുപക്ഷെ ഇന്ത്യയിലെ വലിയൊരു ഭരണമാറ്റത്തിന് കാരണമായത് കോൺഗ്രസിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തുടർ ഭരണം, അതായത് കുടുംബവാഴ്ചയും അഴിമതിയുമാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നത്. അത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന് അവർ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യം, എനിക്ക് തോന്നുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷണത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കോൺഗ്രസ് അല്ലാത്തിടത്ത് ജാതിശക്തികളും മറ്റ് മതശക്തികളും ഉയർന്നു വരുന്നിടത്ത് ഉണ്ടാകുന്ന ഒഴിവ്, ആ ഒഴിവിലേക്ക് നിശ്ചയമായും ഒരു മതരാഷ്ട്രവാദം ആണ് തള്ളിക്കയറി വരുന്നത്. ഈ മതരാഷ്ട്രവാദം ജനാധിപത്യ വിരുദ്ധമാണ്. ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇതായിക്കൂടാ. ഒരു ഭാഗത്ത് NSSഉം SNDPയും പോലുള്ള സാമുദായിക സംഘടനകൾ ഒരു മൃദു തീവ്ര ഹിന്ദുത്വം UDF വിളിക്കുന്നു, അല്ലെങ്കിൽ സാമുദായിക ശക്തികളെന്ന് മറുപക്ഷം വിളിക്കുന്നു. മറുഭാഗത്ത് തീവ്ര വർഗീയതയെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ CPM വിശേഷിപ്പിക്കുന്നു. അവർക്ക് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അവർക്ക് മതരാഷ്ട്രവാദമില്ല, ഇവർക്ക് മതരാഷ്ട്രവാദം ഉണ്ട് എന്നുള്ളതല്ല. എല്ലാ മതരാഷ്ട്രവാദികളെയും കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവർ കൂട്ടുപിടിക്കുന്നത് മതരാഷ്ട്രവാദത്തെയാണെങ്കിൽ അത് ഹിന്ദു മുസ്ലിം ഏത് മതരാഷ്ട്രവാദമായാലും അത് അംഗീകരിക്കാതിരിക്കാൻ ജനങ്ങളുടെ വോട്ടാണ് ജനങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ പ്രതിപക്ഷ നേതാവ് മതരാഷ്ട്രവാദികളല്ല ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റിക്കഴിഞ്ഞു എന്ന്. അതെ, അല്ല, അവർ ആദ്യ തൊട്ട് തന്നെ ഇപ്പോൾ EMSന്റെ കാലത്ത് തന്നെ ഈ വിമോചന സമരത്തിന് ശേഷം അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്ന് പറഞ്ഞു. ആ ചെകുത്താനെ പിന്നീട് തിരുത്തിയെങ്കിലും പിന്നീട് EMS അത് തെറ്റായി പോയെന്ന് പറയുന്നുണ്ട്. അത് തുടർന്നു, അതൊരു തുടർച്ചയായി, അതൊരു ശീലമായി, അതൊരു തുടർച്ചയായി, അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞ പോലെ അതൊരു അംഗീകാരമായി. തീർച്ചയായിട്ടും പുനർവിചിന്തനത്തിന്റെ സമയമാണിത്. അത് ജനങ്ങളാണ് അതിനെ തിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലുമല്ല. ഏത് മതശക്തികളായാലും ജനാധിപത്യം എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മതശക്തികൾക്കല്ല, സാമുദായ ശക്തികൾക്കല്ല, വർഗീയ കക്ഷികൾക്കും അല്ല. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യത്തിനാണ്. ആരാണോ ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരാണോ ജനാധിപത്യ മൂല്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ തയ്യാറായി വരണം. ഈ ഒരു 10 വർഷത്തെ പ്രതിപക്ഷത്തെ എങ്ങനെ വിലയിരുത്തും? പ്രതിപക്ഷം ദുർബലമായി പോകാനുള്ള കാരണം അവർക്ക് തന്നെ ഇപ്പോൾ വീണ്ടെടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഐക്യമില്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഒരു മുന്നണി രൂപപ്പെട്ടു വന്നു, അല്ലേ? എല്ലാവരും കൂടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. പക്ഷെ അവരുടെ ഉള്ളിലെ അനൈക്യം മൂലം അവരുണ്ടാക്കുന്ന ആ ഒരു ശൂന്യതയിലേക്ക് വളരെ സുഖകരമായിട്ട് വർഗീയ ശക്തികൾക്ക് കയറി വരാനായിട്ട് സാധിക്കും. കേരളത്തിലെ എനിക്കത് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് അത്ര ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞു വന്നതോടുകൂടി ഒരു സജീവത കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പറയുന്ന ജനാധിപത്യത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം. ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടുകൂടലുകളും തന്ത്രങ്ങളും ഇതൊക്കെ അവർക്ക് പൊളിറ്റിക്കൽ തന്ത്രങ്ങളാണ്. ജനങ്ങളെ സംബന്ധിച്ച്